കേന്ദ്രത്തിലാണെങ്കിൽ 10 കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ വേതനവും വർധനവും പെൻഷൻ വർധനവും എല്ലാം. ഇവിടെ 5 കൊല്ലത്തിലൊരിക്കലാണ്. ഈ 5 കൊല്ലത്തിലൊരിക്കൽ കൊടുക്കുന്നതും മുൻകാല പ്രാബല്യത്തോടെ. ഒരു കൊല്ലം ഒരു 10,000 രൂപ പാർട്ടിയിലേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ വേതനങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർ ഒരു മടിയും കൂടാതെ 10,000 രൂപ എടുത്തു കൊടുക്കും. കേരളത്തിൽ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥര്, ഇതിലൊരു 3 ലക്ഷം എങ്കിലും ഒരു പ്രധാന യൂണിയനിൽ അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ. 3 ലക്ഷം പേർക്ക് 10,000 രൂപ വെച്ച് എത്രയായി? 300 കോടി രൂപ ആണ്ടുതോറും പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലഭിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറും അതും എല്ലാം നടത്തി കൊടുക്കാൻ വേണ്ടി യൂണിയനുകൾ ബന്ധപ്പെട്ട മന്ത്രിമാരെ സമീപിക്കുന്നു. അവിടെയും കൈക്കൂലിയും അവിടെയും അഴിമതികൾ. ആളുകളുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയുണ്ടോ? അതുമില്ല. ഒരു പ്രതീക്ഷയും ആശയും പ്രത്യാശയും ഇല്ലാതെ എല്ലാം നശിച്ച് വിദേശത്തേക്ക് നോക്കുകയാണ് അവര്. എങ്ങനെയെങ്കിലും വഴിയുണ്ടെങ്കിൽ വിദേശത്തേക്ക് രക്ഷപ്പെടുക എന്നൊരു ചിന്തയാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയ്ക്കുള്ളത്. അപ്പൊ ആ പ്രതീക്ഷയും പോയി. അതുപോലെ തന്നെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈയിടെയായിട്ട് തുടർഭരണം കിട്ടിക്കഴിഞ്ഞത് പിന്നെ നമ്മുടെ അണികൾക്ക് എന്തായെന്ന് അറിഞ്ഞില്ല, കുറച്ചുകൂടെ അക്രമാസക്തമായ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട്. പണം മുടക്കാൻ കയ്യിലുള്ള സംരംഭകരാരും കേരളത്തിൽ മുടക്കാൻ തയ്യാറില്ല. ഒരു നേതാവിനോട് ഞാൻ ഈയിടെ ചോദിച്ചു, അദ്ദേഹത്തിനൊരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? നിങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചു. സാറേ, ബുദ്ധിയുള്ളവർ വല്ലവരും ഇവിടെ ഇറക്കുമോ പണം? ഞാൻ കളിയിക്കാവിളയിൽ പോയി ഇറക്കിയിരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. ഇതെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിരാശരായി.